സുവിശേഷത്തിൻ്റെ താളുകളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒത്തിരിയേറെ കഥാപാത്രങ്ങളിൽ ചില കഥാപാത്രങ്ങൾ വളരെ മിഴിവോടെ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും ഹൃദയത്തിൽ തങ്ങി നിൽക്കും വിധം പ്രത്യേകമാം വിധത്തിലുള്ള ചില സ്വഭാവ വിശേഷണങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരണത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒത്തിരിയേറെ കഥാപാത്രങ്ങളിൽ വളരെയധികം മനസ്സിനെ സംതൃപ്തി തോന്നുന്ന ചില അവസരങ്ങളിൽ അത്ഭുതപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ശതാധിപൻ എന്ന കഥാപാത്രം. പൊതുവെ പറഞ്ഞാൽ എല്ലാ സുവിശേഷകന്മാർക്കും ശതാധിപന്മാരോട് എന്തോ കുറെ അധികം മമതയുള്ളതായി, അതല്ലെങ്കിൽ കുറേയേറെ ഇഷ്ടമുള്ളതായി നമുക്ക് തോന്നും. കാരണം ശതാധിപന്മാരെ പൊതുവിൽ പറഞ്ഞാൽ 4 സുവിശേഷകന്മാരും വളരെ നല്ലവരായും ദൈവാനുഭവമുള്ളവരായും ഒക്കെയാണ് അവതരിപ്പിക്കുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ശതാധിപൻ ഇത്തരണത്തിൽ വളരെ മിഴിവോടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. ആ ഒരു സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു ശതാധിപൻ എന്ന കഥാപാത്രത്തോട് വളരെയധികം ബഹുമാനവും മതിപ്പും ഒരൽപ്പം ആദരവും അതോടൊപ്പം തന്നെ അത്ഭുതവുമൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. ആ 8-ാം അധ്യായത്തിൽ വിവരിക്കപ്പെടുന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഭൃത്യൻ്റെ രോഗസൗഖ്യത്തിനു വേണ്ടി കർത്താവ് ഈശോ മിശിഹായുടെ സമീപത്തേക്ക് അപേക്ഷയുമായി കടന്നു വരുന്ന ശതാധിപൻ. ഈശോ പറയുന്നു, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ഭൃത്യനെ സുഖപ്പെടുത്താമെന്ന്. അന്നേരം ശതാധിപൻ, അങ്ങൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ലെന്നും അങ്ങ് ഒരു വാക്ക് അരുൾ ചെയ്താൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്നും യേശുവിനെ അറിയിക്കുന്നു. യേശുനാഥൻ അപ്രകാരം ആ ശതാധിപൻ്റെ വിശ്വാസമനുസരിച്ച് ഭൃത്യന് അവിടെ നിന്നു തന്നെ സൗഖ്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ സൗഖ്യം കൊടുക്കുന്നതിന് മുൻപ് തന്നെ ശതാധിപന് തന്നിലുള്ള വിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെടുന്നതായും ഇതുപോലൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് ജനങ്ങളോട് പറയുന്നതായും നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ശതാധിപൻ എന്ന കഥാപാത്രത്തെ ധ്യാനിക്കുമ്പോൾ കുറേയേറെ ഗുണഗണങ്ങൾ ഈ വ്യക്തിയിൽ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സവിശേഷതകളായി സ്വഭാവ ഗുണങ്ങളായി സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ ഒരു വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? തീർച്ചയായും അദ്ദേഹം ഒരു ശതാധിപനായതുകൊണ്ട് തന്നെ ഒരു റോമൻ പട്ടാളക്കാരനായി തീരാനുള്ള എല്ലാ ഗുണഗണങ്ങളും, എല്ലാ ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരന് വേണ്ട, ഒരു ശതാധിപന് വേണ്ട എല്ലാ ഗുണഗണങ്ങളും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അതിനാൽ തന്നെ നമുക്ക് വ്യക്തമാണ്. നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ ചില ജോലികളൊക്കെ സമൂഹ മധ്യത്തിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും പൊതുവെ ആളുകൾ ആയിത്തീരാൻ, നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതുമായ ചില തൊഴിൽ മേഖലകളുണ്ട്. ഇതുപോലെ ആ കാലഘട്ടത്തിൽ പൊതുവെ സമൂഹത്തിൻ്റെ മധ്യേ ആദരവും അംഗീകാരവുമൊക്കെയുള്ള ഒരു തൊഴിലായിരുന്നു പട്ടാളക്കാരനായി തീരുക എന്ന തൊഴിൽ, ഒരു പട്ടാള ജോലി അല്ലെങ്കിൽ പട്ടാള വൃത്തി. മാത്രമല്ല, ഒരു റോമൻ പട്ടാളക്കാരനായി തീരുക എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരിയേറെ മതിപ്പ്, വിലമതിപ്പ്, അല്ലെങ്കിൽ ഒത്തിരിയേറെ സമൂഹത്തിൽ അംഗീകാരമുള്ള ഒരു ഉദ്യോഗമായിരുന്നു. കാരണം റോമൻ ജനത ലോകത്തിൻ്റെ ഒട്ടുമിക്കാൽ രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തി ഒരു സാമ്രാജ്യ ശക്തിയായി സകലതിൻ്റെയും ഉടയവരായി കഴിയുന്ന ഒരു സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. സ്വാഭാവികമായും ഒരു റോമൻ പട്ടാളക്കാരനായി തീരുക എന്ന് പറഞ്ഞാൽ അത് ധീരതയുടെയും അതുപോലെ തന്നെ അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ക്ഷമാശീലത്തിൻ്റെയും ശക്തമായ പടപൊരുതലിൻ്റെയും ഒക്കെ ഒരു നേർസാക്ഷ്യമായി, അടയാളമായി റോമൻ പട്ടാളക്കാർ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു റോമൻ പട്ടാളക്കാരനായി തീരുക എന്ന് പറഞ്ഞാൽ അത് ഒത്തിരിയേറെ അംഗീകാരവും പദവിയുമൊക്കെ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു വലിയ ഉദ്യോഗവൃത്തിയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കേവലം ഒരു റോമൻ പട്ടാളക്കാരനാണ് എന്ന് മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി അദ്ദേഹം ഒരു ശതാധിപനായിരുന്നു. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേരുടെ അധിപനായിരിക്കുന്ന അവസ്ഥ. ശതം എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം, 100 എന്നാണ്. 100 പട്ടാളക്കാരുടെ തലവനായിരിക്കുന്ന, ക്യാപ്റ്റൻ ആയിരിക്കുന്ന ഒരു അവസ്ഥ. ശതാധിപർക്ക് എപ്പോഴും റോമൻ പട്ടാളക്കാർക്കിടയിലെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ സ്ഥാനം തീർച്ചയായും വലിയ ഒരു സ്ഥാനമാണ്. ഒരു യുദ്ധത്തെ വിജയിപ്പിക്കുന്നതിന് ശതാധിപന്റെ പങ്ക് അല്ലെങ്കിൽ ശതാധിപന്റെ നേതൃത്വത്തിലുള്ള 100 പട്ടാളക്കാരുടെ പങ്ക് വളരെ വലുതാണ്. ശതാധിപനും ഭൃത്യരും തമ്മിൽ, ആ 100 പട്ടാളക്കാരും തമ്മിൽ അഭേദ്യമായ ഒരു ഹൃദയബന്ധം, ഹൃദയ ഐക്യം തീർച്ചയായും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് യുദ്ധവിജയത്തിനു വേണ്ടി ഏറ്റവും പ്രത്യേകമായ രീതിയിലുള്ള സംഭാവന നൽകാൻ ശതാധിപനും ശതാധിപന്റെ നേതൃത്വത്തിലുള്ള ആ 100 പേരുടെ സമൂഹത്തിനും സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു ശതാധിപനായി തീരുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ഒത്തിരിയേറെ കഴിവുകളുള്ള, കഴിവ് തെളിയിച്ചിട്ടുള്ള പട്ടാളക്കാർക്ക് മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഉദ്യോഗവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പട്ടാളക്കാരനായി അല്ലെങ്കിൽ ഒരു ശതാധിപനായി തീരുവാനുള്ള എല്ലാ ഗുണഗണങ്ങളും ഈ കഥാപാത്രത്തിൽ ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഇത് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട ഗുണഗണങ്ങൾ. ഇതിനേക്കാളൊക്കെ ഉപരിയായി പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ ഈ ശതാധിപനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചില മാനുഷിക ഗുണങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ അല്ലെങ്കിൽ ദൈവികമായ പുണ്യങ്ങൾ, മൂല്യങ്ങളൊക്കെ ഈ ശതാധിപനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തൊക്കെയാണത്? ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത. വളരെ ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനാണ് ഈ ശതാധിപൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹം അന്യമതങ്ങളോടൊക്കെ പുലർത്തുന്ന ഒരു സമഭാവന, ഒരു വിശാലമായ മനസ്സ്. ഇതേ സംഭവം തന്നെ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യഹൂദർ കർത്താവിൻ്റെ അടുത്തു വന്ന് ശതാധിപന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഭൃത്യന് വേണ്ടി യാചിക്കുകയാണ്. അന്നേരം യഹൂദർ പറയുന്ന ചില വാചകങ്ങളുണ്ട്. അവർ പറയുന്നത് ഇപ്രകാരമാണ്: നീ ഇത് അവന് ചെയ്തു കൊടുക്കേണ്ടതിന് എല്ലാ അർത്ഥത്തിലും അവൻ യോഗ്യനാണ് എന്ന്. അതിൻ്റെ കാരണമായി അവർ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം നമ്മുടെ ജനങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് വേണ്ടി ഒരു സിനഗോഗ് അദ്ദേഹം പണി കഴിപ്പിച്ച് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വിജാതീയനായ ശതാധിപൻ യഹൂദ ജനങ്ങളോട് സമഭാവന പുലർത്തുകയും അവർക്ക് വേണ്ടി ഒരു സിനഗോഗ് പണി കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയെ വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ്. എന്തുമാത്രം അദ്ദേഹം ഹൃദയവിശാലതയോടുകൂടെ മറ്റു മതസ്ഥരെ, മറ്റു ജനതകളെ കാണുന്നുവെന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് ഈ ഒരു സംഭവം. സിനഗോഗ് പോലും യഹൂദ ജനതയ്ക്ക് വേണ്ടി, മറ്റൊരു മതത്തിന് വേണ്ടി പണി കഴിപ്പിച്ച് കൊടുക്കുവാൻ തയ്യാറായ ആ ഒരു ശതാധിപന്റെ മനോഭാവം, മനസ്ഥിതി, അദ്ദേഹം എത്രമാത്രം ഹൃദയവിശാലതയുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യമാണ്. അതുപോലെ അദ്ദേഹത്തിൽ കാണുന്ന മറ്റൊരു ഗുണം ഇതാണ്, അദ്ദേഹത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ഈ ശതാധിപൻ കർത്താവ് ഈശോ മിശിഹായുടെ പക്കൽ യാചനയുമായിട്ട് വരുന്നത്? ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയാണെന്ന് നമുക്കറിയാം. പക്ഷെ ആരുടെ രോഗസൗഖ്യത്തിന് വേണ്ടി? സ്വന്തം രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ അദ്ദേഹം വന്നത്? ഒരിക്കലുമല്ല. തൻ്റെ ജീവിത പങ്കാളിയുടെ, അതല്ലെങ്കിൽ മക്കളുടെ, മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ, അങ്ങനെ ആരുടെയെങ്കിലും രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ ശതാധിപൻ എന്ന സമൂഹത്തിൽ ഒത്തിരിയേറെ ഉന്നതമായ പദവി സ്ഥാനം അലങ്കരിക്കുന്ന ഈ വലിയ മനുഷ്യൻ കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത്? ഒരിക്കലുമല്ല. കേവലം ഒരു ഭൃത്യൻ്റെ രോഗസൗഖ്യം പ്രതീക്ഷിച്ച്, ആഗ്രഹിച്ച് ആ നിയോഗം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശതാധിപൻ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ഭൃത്യനെ പോലും അത്രയധികമായി അത്രയധികമായി കരുണ കാണിക്കുന്ന ഒരു മനുഷ്യനായാണ് ഇദ്ദേഹത്തെ
തിരുവചനം അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇതാണ്: എൻ്റെ ഒരു ഭൃത്യൻ തളർവാദം പിടിപെട്ട് അങ്ങേയറ്റം വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുകയാണ്. അങ്ങ് ആ ഭൃത്യന് രോഗസൗഖ്യം നൽകാൻ തിരുവുള്ളമാകണമെന്ന് ദയനീയമായി താഴ്മയോടെ അപേക്ഷിക്കുന്ന ഈ ശതാധിപനെ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം കരുണയുള്ള ഹൃദയത്തിന് ഉടമയാണ് ഈ ശതാധിപൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും അന്നത്തെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ, അന്നത്തെ സാഹചര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്കത് വ്യക്തമാണ്. അടിമ വ്യാപാരങ്ങളൊക്കെയുള്ള, അടിമകളെ തികച്ചും മൃഗതുല്യമായ പദവി പോലും ഇല്ലാത്ത യജമാനന് ഏത് രീതിയിൽ വേണമെങ്കിലും അടിമയോട് പെരുമാറാം, എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. അത്തരണത്തിൽ ഒരു മനുഷ്യനായി പോലും, ഒരു മൃഗത്തിൻ്റെ പരിഗണന പോലും ഇല്ലാത്ത കേവലം ഒരു ഭൃത്യന് വേണ്ടിയാണ് ഇതുപോലെ ദയനീയമായി കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഒരു വലിയ വ്യക്തി, ശതാധിപൻ എന്ന സമൂഹ മധ്യത്തിൽ വളരെയധികം ബഹുമാന്യനായ ആദരണീയനായ ഒരു വ്യക്തി വന്ന് യാചിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമാണ്, ഒരു ഭൃത്യന് വേണ്ടി പോലും ഇത്തരണത്തിൽ യാചിക്കുവാൻ തയ്യാറായ ആ ശതാധിപൻ എന്തുമാത്രം കരുണയുള്ള വ്യക്തിയാണ് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇതാണ് ശതാധിപനിൽ നമ്മൾ കാണുന്ന മൂന്നാമത്തെ ഗുണം. ഒന്നാമത്തെ ഗുണം നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിന് പട്ടാളക്കാരനായി തീരാൻ വേണ്ട, അല്ലെങ്കിൽ ശതാധിപനായി തീരാൻ വേണ്ട എല്ലാ ഗുണഗണങ്ങളും ഉണ്ട് എന്ന്. രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ ഹൃദയ വിശാലത. മൂന്നാമതായി അദ്ദേഹത്തിൻ്റെ കരുണ. ഇനി നാലാമത്തെ ഗുണമായി നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ എളിമയാണ്. പ്രിയപ്പെട്ടവരെ, അഗാധമായ എളിമയുള്ള ഒരു മനുഷ്യനായി നമുക്ക് ഈ ശതാധിപനെ കാണുവാൻ സാധിക്കും. ഇദ്ദേഹം കർത്താവിൻ്റെ മുൻപിൽ വന്ന് പറയുന്നത്, നീ എൻ്റെ ഭവനത്തിൽ വരെ ഞാൻ യോഗ്യനല്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, യേശുനാഥനോട് ഭൃത്യനെ സുഖപ്പെടുത്തുവാനായിട്ട് ശതാധിപൻ ആവശ്യപ്പെടുമ്പോൾ യേശുനാഥൻ ഈ ശതാധിപനോട് പറയുന്നു, ഞാൻ നിന്റെ ഭവനത്തിൽ വന്ന് നിന്റെ ഭൃത്യനെ സുഖപ്പെടുത്താമെന്ന്. അന്നേരം ശതാധിപൻ പറയുന്നത് എന്താണ്? നീ എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല. പറയുന്നത് ആരാണ് എന്നോർക്കണം, ആരോടാണെന്നോർക്കണം. പറയുന്നത് ഒരു ശതാധിപനാണ്. സമൂഹത്തിൽ പാപിയായി അംഗീകരിക്കപ്പെടുന്ന പാപികളായ വ്യക്തികളോ, ചുങ്കക്കാരായ വ്യക്തികളോ, പരസ്യ പാപികളോ, ദരിദ്രരോ, നിരക്ഷരരോ ആയ ഒരു വ്യക്തിയാണ് വന്ന് കർത്താവിനോട് ഇത് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സമൂഹത്തിൽ പൊതുവെ ആദരിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു ശതാധിപനാണ് പറയുന്നത്, നീ എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയുന്നത് ആരോടാണ് എന്ന് ഓർക്കണം. കർത്താവ് ഈശോ മിശിഹായോടാണ്. കർത്താവ് ഈശോ മിശിഹ ദൈവമാണ് എന്നും ഈ ലോകത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും മുഴുവൻ അതിനാഥനാണ് എന്നും നമുക്കറിയാം, നമ്മളത് വിശ്വസിക്കുന്നു. പക്ഷേ അന്നത്തെ പശ്ചാത്തലത്തിൽ ഒരു യഹൂദൻ ഒരിക്കലും കർത്താവിനെ ദൈവമായി കരുതുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. പരമാവധി അദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് മാത്രം യഹൂദർക്ക് വിശ്വസിക്കാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും സാധിക്കൂ. ആ കാലയളവിൽ ജീവിച്ചിരുന്ന ഒരു വിജാതീയനായ മനുഷ്യൻ കർത്താവിനോട് പറയുകയാണ്, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന്. ഈ യേശുനാഥൻ ആരാണ്? അദ്ദേഹം ഒരു യഹൂദനാണ്. കർത്താവ് ഈശോ മിശിഹ യഹൂദ മത സംസ്കാരത്തിൽ ജനിച്ച ഒരു യഹൂദനായ വ്യക്തിയാണ്. യഹൂദനായ കർത്താവിനോട് ആവശ്യപ്പെടുന്ന ഈ ശതാധിപൻ ആരാണ്? അദ്ദേഹം ഒരു റോമൻ പൗരനാണ്. റോമൻ പൗരനായ ശതാധിപൻ യഹൂദനായ കർത്താവിനോട് ആവശ്യപ്പെടുമ്പോൾ അതിനൊത്തിരിയേറെ അർത്ഥതലങ്ങളുണ്ട്. നമുക്കറിയാം, യഹൂദജനം റോമൻ ജനതയുടെ അടിമകളാണ്. ഇങ്ങനെ അടിമകളായ യഹൂദജനത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്ന കർത്താവിനോട് ഉടമകളായ യജമാനനായ റോമൻ ജനതയുടെ പ്രതിനിധിയായ ഒരു പട്ടാളക്കാരൻ, ഒരു ശതാധിപനാണ് ഇത്തരണത്തിൽ പറയുന്നത്, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അടിമകളായ യഹൂദജനത്തിൻ്റെ പ്രതിനിധിയായ കർത്താവിനോട് ഉടമകളായ റോമൻ ജനതയുടെ പ്രതിനിധിയായ ഒരു പട്ടാളക്കാരൻ, ഒരു ശതാധിപൻ പറയുന്നു, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന്. എന്ന് വെച്ചാൽ അടിമയോട് ഉടമ പറയുന്ന ഒരു സ്ഥിതിവിശേഷണമാണിത്. അടിമയുടെ മുൻപിൽ അല്ലെങ്കിൽ ഭൃത്യൻ്റെ മുൻപിൽ വന്നു നിന്ന് യജമാനൻ ഉടമ പറയുന്നു, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന്. കർത്താവ് ദൈവമാണെന്നും അവിടുന്ന് എല്ലാറ്റിൻ്റെയും ഉടയവനാണെന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കർത്താവ് ആരുടെയും അടിമയല്ല. പക്ഷെ അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ
യഹൂദജനം റോമൻ ജനതയുടെ അടിമകളാണ്. അങ്ങനെ അടിമകളായി കിടക്കുന്ന യഹൂദജനത്തിലെ ഒരു വ്യക്തിയുടെ അടുത്താണ് ഉടമകളായ റോമൻ ജനതയിലെ ഒരു പ്രതിനിധി വന്ന് ആവശ്യപ്പെടുന്നത്, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന്, നീ ഒരു വാക്ക് അരുൾ ചെയ്താൽ മാത്രം മതിയെന്ന്. അപ്പോൾ ഈ ഒരു ഇത്രയും അത്യഗാധമായ വിനയവും എളിമയും പ്രകടിപ്പിക്കുന്ന ശതാധിപന്റെ പ്രധാനപ്പെട്ട ഈ ഒരു ഗുണവിശേഷണമാണ് നാലാമത്തെ ഗുണമായി നമുക്ക് ഈ വ്യക്തിയിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇതേ സംഭവം തന്നെ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വിവരിക്കപ്പെടുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ശതാധിപൻ നേരിട്ട് വന്ന് തൻ്റെ ആവശ്യം പറയുകയല്ല, മറിച്ച് ഭൃത്യന്മാർ തൻ്റെ സുഹൃത്തുക്കളായ ചില യഹൂദരെ അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. യഹൂദരെ പറഞ്ഞയച്ചിട്ട് അവരിലൂടെ ഈ ശതാധിപൻ പറയുന്നത് ഇപ്രകാരമാണ്, നിന്നെ നേരിട്ട് സന്ദർശിക്കാൻ, നിന്റെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്നേഹിതരെ പറഞ്ഞയക്കുന്നുവെന്ന്. അത്രയും അത്യഗാധമായ എളിമയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ശതാധിപനെ സുവിശേഷം അവതരിപ്പിക്കുന്നത്. ഇനി അടുത്ത ഗുണമായി നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ അത്യഗാധമായ വിശ്വാസമാണ്. അത്യഗാധമായ വിശ്വാസം, എത്രയോ ആഴമായ വിശ്വാസത്തിൻ്റെ ഉടമയായിട്ടാണ് ഈ ശതാധിപനെ നമ്മൾ തിരുവചനത്തിൽ കണ്ടുമുട്ടുന്നത്. പ്രിയമുള്ളവരെ, ഈ ശതാധിപൻ പറയുന്ന വാക്കെന്താണ്? ശതാധിപൻ പറയുന്നു, നീ എൻ്റെ ഭവനത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല, നീ ഒരു വാക്ക് ഇവിടെ ഒന്ന് അരുൾ ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. നീ എൻ്റെ ഭവനത്തിലേക്ക് വരികയോ എൻ്റെ ഭൃത്തിനെ ഒന്ന് തൊടുകയോ തൊട്ട് സുഖപ്പെടുത്തേണ്ട ആവശ്യമില്ല, നീ ഇവിടെ നിന്ന് ഒരു വാക്ക് അരുൾ ചെയ്താൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത്രയും അത്യഗാധമായ വിശ്വാസത്തിന് ഈ ഭൃത്യൻ ഉടമയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നീ ഒരു വാക്ക് അരുൾ ചെയ്താൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടുമെന്നുള്ള അത്യഗാധമായ വിശ്വാസത്തിന് ഉടമയായിരുന്നു ഈ ശതാധിപനെന്ന് നമുക്ക് ഈ ഒരു ഒറ്റ വാക്കിലൂടെ തന്നെ തിരിച്ചറിയാൻ കഴിയുകയാണ്. ഇനി എന്താണ് ശതാധിപനിൽ കാണുന്ന മറ്റൊരു ഗുണം? 6-ാമത്തെ ഗുണമായി നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജ്ഞാനമാണ്. എന്താണ് ജ്ഞാനം എന്ന് പറയുന്നത്? അത് കേവലം ഒരു അറിവല്ല, മറിച്ച് ദൈവം നൽകുന്ന ഒരു ഉൾവെളിച്ചമാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഒരു ജ്ഞാനിയാണ് എന്ന് അനുമാനിക്കാനുള്ള പ്രചോദനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് സമ്മാനിക്കുന്ന എന്ത് കാര്യമാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ശതാധിപൻ പറയുന്ന അവസാനത്തെ വാചകം, ആ ഒരു വാചകത്തെ ധ്യാനിക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു ജ്ഞാനിയാണ് എന്ന് ഉള്ള ഒരു തോന്നൽ നമ്മിൽ ഉണ്ടാക്കുക. ദൈവശാസ്ത്രപരമായ അത്യഗാധമായ അറിവുള്ള എന്ന് വെച്ചാൽ ജ്ഞാനിയായ ഒരു വ്യക്തിയല്ലേ ഈ ശതാധിപൻ എന്ന് നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള മനോഹരമായ ഒരു വാചകമാണ് ഇദ്ദേഹം അവസാനത്തിൽ, ഈ അദ്ദേഹത്തിൻ്റെ അവസാന വാചകമായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. എന്താണ് ശതാധിപൻ പറയുന്ന വാചകം? അല്ലെങ്കിൽ നമ്മളൊക്കെ ഒത്തിരി ഒന്ന് ചിന്തിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ധ്യാനിക്കാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കുന്ന ആ മനോഹരമായ വാചകം ഏതാണ്? നീ ഒരു വാക്ക് അരുൾ ചെയ്താൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടുമെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന വാചകം ഇതാണ്, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്, ഒരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, മറ്റൊരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, എൻ്റെ ഭൃത്യനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവനത് ചെയ്യുന്നു. ശരിക്കു പറഞ്ഞാൽ ഈ വാചകത്തിന് ഈ ഒരു പശ്ചാത്തലവുമായി എന്ത് ബന്ധമാണുള്ളത്? നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. അത്രയും പറഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ഒരു പൊരുത്തവുമില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത ഒരു വാചകമാണ് ശതാധിപൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇതാണ്, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്, ഒരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, മറ്റൊരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, എൻ്റെ ഭൃത്യനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ വാചകവും തൊട്ടു മുൻപത്തെ വാചകവും തമ്മിലുള്ള ബന്ധം? നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ശിഷ്യൻ സുഖപ്പെടുമെന്നുള്ള തൊട്ടു മുൻപത്തെ വാചകവും ഇപ്പോൾ പറഞ്ഞ ഈ വാചകവും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ?
പ്രത്യേകിച്ചും ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു വാചകത്തിൻ്റെ പ്രസക്തി എന്താണ്? പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാചകത്തെ ഒന്ന് ആഴത്തിൽ ധ്യാനിക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് വരാൻ പറഞ്ഞാൽ അവൻ വരുന്നു, വേറൊരുവനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകുന്നു, എൻ്റെ ഭൃത്യനോട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ അവൻ അത് ചെയ്യുന്നു. അതായത് അധികാരിയും അധീനനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ശതാധിപൻ അറിയാം. അധികാരിയും അധീനനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ശതാധിപൻ അറിയാം. അദ്ദേഹം അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. തനിക്ക് മുകളിലുള്ള തൻ്റെ അധികാരി ഒരു കാര്യം അദ്ദേഹത്തോട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാനുള്ള സകലമാന ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട്. ചെയ്തില്ലെങ്കിൽ തല പോയത് തന്നെ. ഇതുപോലെ തൻ്റെ കീഴിലുള്ള ഒരു ഭൃത്യനോട് ഇപ്രകാരം ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ ഭൃത്യനുണ്ട്. അധികാരിയും അധീനനും തമ്മിൽ ആ കാലഘട്ടത്തിൽ ആ പശ്ചാത്തലത്തിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാചകം അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുമ്പോൾ എന്താണ് അദ്ദേഹം ഹൃദയത്തിൽ അർത്ഥമാക്കിയത്? ലോകൈക ഗുരുവേ, നീ സകലത്തിൻ്റെയും അധികാരിയാണ്. ജീവന്റെയും ജീവിതത്തിൻ്റെയും രോഗത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ലോകം മുഴുവൻ്റെയും സകല പ്രകൃതി ശക്തികളുടെയും രോഗാണുക്കളുടെയും മുഴുവൻ അധികാരമുള്ള വ്യക്തിയാണ് നീ. ദൈവപുത്രനാണ് നീ, ദൈവമാണ് നീ, രക്ഷകനാണ് നീ. എൻ്റെ ഭൃത്യനോട് പോവുക എന്ന് പറഞ്ഞാൽ അവൻ പോകുമെങ്കിൽ, നിന്റെ അധീനതയിലുള്ള രോഗത്തോട് പോവുക എന്ന് പറഞ്ഞാൽ ആ രോഗം അവനെ വിട്ടുപോകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഒരു അത്യഗാധമായ ജ്ഞാനത്തിൽ നിന്നും ഉരുത്തിരിയുന്ന വാചകമായിട്ടാണ് പ്രിയമുള്ളവരെ നമുക്ക് ശതാധിപന്റെ ഈ വാക്കുകളെ ധ്യാനിച്ചാൽ തിരിച്ചറിയാൻ കഴിയുക. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ലാത്ത ഇത്തരണത്തിലെ ഒരു വാചകം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരാൻ യാതൊരു സാധ്യതയുമില്ല. ഇദ്ദേഹം പറയാതെ തന്നെ പറയുന്ന വലിയൊരു ദൈവശാസ്ത്ര രഹസ്യമാണിത്. എൻ്റെ കീഴിൽ അധീനരുള്ളവർ ഉള്ളതുപോലെ, അവരോട് ആവശ്യപ്പെടുന്നതൊക്കെ അവർ ചെയ്യുന്നത് പോലെ നിന്റെ അധീനതയിലുള്ള രോഗത്തോട് പോവുക എന്ന് പറഞ്ഞാൽ ഈ നിമിഷം തന്നെ നിന്നെ അത് അനുസരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്ത വാചകം എന്താണ്? യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് തൻ്റെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞുവെന്ന്. ഒരു മനുഷ്യന് ദൈവത്തിലുള്ള വിശ്വാസം കണ്ട് ദൈവം ആശ്ചര്യപ്പെടുന്നു. ഒരു മനുഷ്യന് ദൈവത്തിലുള്ള വിശ്വാസം കണ്ട് ദൈവം ആശ്ചര്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇത് നമ്മെ ഒത്തിരിയേറെ ചിന്തിപ്പിക്കണം. കാരണം സുവിശേഷത്തിലുടനീളം കർത്താവ് ഈശോ മിശിഹ പലപ്പോഴും കോപിക്കുന്നതും നിരാശപ്പെടുന്നതും ദേഷ്യപ്പെടുന്നതുമൊക്കെ തൻ്റെ ശിഷ്യ സമൂഹത്തിൻ്റെയും ജനങ്ങളുടെയും വിശ്വാസരാഹിത്യം കണ്ടിട്ടാണ്. പലപ്പോഴും ശാപമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളൊക്കെ കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതും വിശ്വാസരാഹിത്യം കണ്ടിട്ടാണ്. കഫർനാമേ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം, നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ സോദോമിലും ടൈറിലും സീദോനിലും ഒക്കെ നടന്നിരുന്നുവെങ്കിൽ അവ പണ്ട് ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നുവെന്ന് കർത്താവ് ഈശോ പറയുന്ന ഇത്തരണത്തിലുള്ള വാക്കുകളൊക്കെ അധരങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശ്വാസരാഹിത്യത്തെ കർത്താവ് എത്രമാത്രം സങ്കടത്തോടെ നോക്കിക്കാണുന്നുവെന്ന്. പ്രിയപ്പെട്ടവർ, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുക. ഈശോ ഒരു മനുഷ്യന് തന്നിലുള്ള വിശ്വാസം കണ്ട് ആശ്ചര്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗത്തെ ധ്യാനിച്ചുകൊണ്ട് ശതാധിപനിൽ സ്വന്തമായിരുന്ന ആ ഒരു വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരുവാൻ, അദ്ദേഹത്തിലുള്ള എല്ലാ ഗുണഗണങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സ്വാംശീകരിക്കുവാനും ഒരു ആഴമായ വിശ്വാസത്തിന് ഉടമകളാകുവാനും നമുക്കും പരിശ്രമിക്കാം. നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Isaac in
ശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമേ ആരാധന 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 അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിൻ ഇടയനേ ആരാധന ഇസ്രായേലിൻ രാജനേ ആരാധന കുംഭങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമേ ആരാധന അലറുന്ന സാത്താൻ